ഗുരുവായൂരപ്പന്റെ പേരിലാണ്, ഗുരുവായൂർ സന്ദർശിക്കാനാണ് ഫ്ലൈറ്റുകളിൽ, ട്രെയിനുകളിൽ, ബസ്സുകളിൽ ആളുകൾ എത്തുന്നത്. ആ ഗുരുവായൂർ മണ്ണിൽ 50 വർഷമായി ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരു MLA ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഗുരുവായൂർ വിരോധിയാണ് ഇവിടെ MLA ആക്കിയിട്ടുള്ളത്. അമ്പല വിരോധികളെയാണ്, അമ്പല വിഴുങ്ങുകളെയാണ്, അമ്പല കൊള്ളക്കാരെയാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെ MLAക്ക് ഗുരുവായൂരപ്പനോട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ധൈര്യമുണ്ടോ? ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ MLAക്ക് ഈ ബിംബത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഗുരുവായൂരപ്പനെ വിശ്വസിക്കാത്തവർക്ക് ഗുരുവായൂരിൽ വോട്ടില്ല എന്ന് പറയാൻ ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ, അയ്യപ്പന്റെ ജനങ്ങൾ തയ്യാറാവണമെന്നാണ് NDA പറയുന്നത്. ഒരു സംശയമില്ല. ആ ഗുരുവായൂർ വിരുദ്ധർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല, ഗുരുവായൂരപ്പനെ പുച്ഛത്തോടെ കാണുന്നവർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. അതുകൊണ്ട് ഒന്ന് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ഗുരുവായൂരപ്പനെ എതിർക്കുന്ന, ഭഗവത്ഗീത എതിർക്കുന്ന, ഭാരതീയ പൈതൃകത്തെ എതിർക്കുന്ന, ഭാരതീയ ഭരണഘടനയെ എതിർക്കുന്ന, ഭാരതത്തെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഓരോട്ട് പോലും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA ആയിട്ടുള്ള ഈ സഖ്യത്തിന് വേണ്ട